ധർമ്മശാലയിലെ മഞ്ഞുമൂടിയ ദൗലാദർ മലനിരകളുടെ മടിത്തട്ടിൽ സമുദ്രനിരപ്പിൽ നിന്ന് 1457 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഈ അങ്കത്തട്ടിൽ പഞ്ചാബിന് കാര്യങ്ങൾ തങ്ങളുടെ വരുതിയിലേക്കാക്കണമായിരുന്നു. ടോസ് നഷ്ടപ്പെട്ടെങ്കിലും ബാറ്റിംഗിൽ തകർപ്പൻ പ്രകടനം കാഴ്ചവെച്ച് 210 റൺസ് എന്ന കൂറ്റൻ സ്കോർ അവർ പടുത്തുയർത്തി. എന്നാൽ ഈ സ്കോർ പ്രതിരോധിക്കുന്നതിൽ പരാജയപ്പെട്ട പഞ്ചാബിന് പ്ലേ ഓഫ് സാധ്യതകളിൽ വീണ്ടും വെല്ലുവിളികൾ ഉയരുകയാണ്. പ്രിയാൻ ഷാരിയുടെ വെടിക്കെട്ട് ബാറ്റിംഗോടെയാണ് പഞ്ചാബ് ഇന്നിംഗ്സ് ആരംഭിച്ചത്. വെറും 33 പന്തിൽ നിന്ന് 56 റൺസ് നേടിയ ആര്യ ടീമിന് മികച്ച അടിത്തറയാണ് നൽകിയത്. ആദ്യ വിക്കറ്റിൽ പ്രത്സിമ്രാൻ സിംഗുമായി ചേർന്ന് 59 റൺസിന്റെ കൂട്ടുകെട്ട് ഉണ്ടാക്കിയപ്പോൾ പഞ്ചാബ് ആരാധകർക്ക് വലിയ പ്രതീക്ഷയായിരുന്നു. നായകൻ ശ്രേയസ് അയ്യർ 3-ാം നമ്പറിൽ ഇറങ്ങി ഉത്തരവാദിത്തമുള്ള ബാറ്റിംഗ് കാഴ്ചവെച്ചു. 36 പന്തിൽ നിന്ന് പുറത്താകാതെ 59 റൺസ് നേടിയ അയ്യർ ഇന്നിംഗ്സിന്റെ നട്ടെല്ലായി മാറി. കൂപ്പർ കൊണോളിയുമായി ചേർന്ന് 83 റൺസിന്റെ കൂട്ടുകെട്ട് പടുത്തുയർത്തിയതോടെ സ്കോർ ബോർഡ് 200 കടക്കുമെന്ന് ഏകദേശം ഉറപ്പായ മട്ടായിരുന്നു. അവസാന ഓവറുകളിൽ ഷെഡ്ഗയുടെ മിന്നൽ പ്രകടനം പഞ്ചാബിനെ 210 എന്ന ശക്തമായ നിലയിലെത്തിച്ചു. IPL ഇത്രയും വലിയ സ്കോർ പ്രതിരോധിക്കുക എന്നത് ഏതൊരു ബൗളിംഗ് നിരക്കും ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. എന്നാൽ പഞ്ചാബിന്റെ കാര്യത്തിൽ അത് വിപരീതമായാണ് സംഭവിച്ചത്. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഡൽഹിയെ തുടക്കത്തിൽ തന്നെ ഞെട്ടിക്കാൻ പഞ്ചാബ് ബൗളർമാർ മറന്നില്ലായിരുന്നു. വെറും 74 റൺസിനിടെ 4 വിക്കറ്റുകൾ വീഴ്ത്തിയപ്പോൾ പഞ്ചാബ് ക്യാമ്പ് വിജയമോഹങ്ങളുടെ പ്രതീക്ഷകൾ നിറഞ്ഞു നിൽക്കുകയായിരുന്നു. അർഷദീപ് സിംഗ് തന്റെ സ്പെല്ലിൽ മികച്ച നിയന്ത്രണം പാലിച്ച് ഡൽഹിയെ പ്രതിരോധത്തിലാക്കി. എന്നാൽ പിന്നീട് കണ്ടത് പഞ്ചാബ് ബൗളിംഗ് നിരയുടെ അച്ചടക്കമില്ലായ്മയായിരുന്നു. അക്സർ പട്ടേലും ഡേവിഡ് മില്ലറും ചേർന്ന് പഞ്ചാബ് ബൗളർമാരെ കടന്നാക്രമിച്ചു. മത്സരത്തിന്റെ നിയന്ത്രണം പഞ്ചാബിൽ നിന്ന് പതിയെ പതിയെ വഴുതിപ്പോകാൻ തുടങ്ങി. പഞ്ചാബ് ബൗളർമാർ വഴങ്ങിയ എക്സ്ട്രാ റൺസുകൾ പതനത്തിന് ആക്കം കൂട്ടി. 17 വൈഡുകൾ ഉൾപ്പെടെയുള്ള പിഴവുകൾ ഡൽഹിയുടെ ജോലി എളുപ്പമാക്കുകയായിരുന്നു. സമ്മർദ്ദഘട്ടങ്ങളിൽ ലക്ഷ്യത്തിലേക്ക് പന്തെറിയാൻ പഞ്ചാബ് നിരക്ക് കഴിഞ്ഞില്ലായിരുന്നു. ഫീൽഡിങ്ങിലെ പിഴവുകളും ടീമിന് തിരിച്ചടിയായി. പല നിർണായക ക്യാച്ചുകളും അവസരങ്ങളും പഞ്ചാബ് കൈവിട്ടുപോയി. വലിയ സ്കോറുകൾ പ്രതിരോധിക്കുമ്പോൾ ഫീൽഡിങ്ങിൽ മികവ് പുലർത്തേണ്ടത് ആവശ്യം തന്നെയാണ്. ഡേവിഡ് മില്ലറുടെ ബാറ്റിംഗ് പഞ്ചാബ് തന്ത്രങ്ങളെ തകർത്ത് കളയുന്നതായിരുന്നു. വെറും 28 പന്തിൽ നിന്ന് 51 റൺസ് നേടിയ മില്ലർ സിക്സറുകളിലൂടെ ധർമ്മശാലയിൽ വെടിക്കെട്ട് തീർത്തു. പഞ്ചാബിന്റെ പ്രധാന ബൗളർമാരായ ബെന്നും യാസ് താക്കൂറും മില്ലറുടെ പ്രഹരമേറ്റുവാങ്ങി. അക്സർ പട്ടേലിന്റെ ക്യാപ്റ്റൻസി ഇന്നിംഗ്സും പഞ്ചാബിന്റെ വഴിയടച്ചു. 30 പന്തിൽ നിന്ന് 56 റൺസ് നേടിയ അക്സർ പട്ടേൽ മില്ലറുമായി ചേർന്ന് 64 റൺസിന്റെ നിർണായക കൂട്ടുകെട്ടാണ് ഉണ്ടാക്കിയെടുത്തത്. ബൗളിംഗിൽ മികച്ച തുടക്കം ലഭിച്ചിട്ടും മധ്യ ഓവറുകളിൽ വിക്കറ്റുകൾ വീഴ്ത്താൻ കഴിയാതെ പോയത് പഞ്ചാബിന് വിനയായി. അവസാന ഓവറുകളിൽ ഡൽഹിയുടെ യുവതാരങ്ങളായ അശുതോഷ് ശർമ്മയും മാധവ് തിവാരിയും പഞ്ചാബിന്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റിക്കുകയായിരുന്നു. 36 റൺസ് ജയിക്കാൻ വേണ്ട സമയത്ത് പതറാതെ ബാറ്റ് ചെയ്ത ഇവർ ഒരു ഓവർ ബാക്കി നിൽക്കെ ഡൽഹിയെ വിജയത്തിലേക്ക് എത്തിച്ചു. ഈ തോൽവിയുടെ പഞ്ചാബ് കിങ്സ് IPL ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു റെക്കോർഡിനും ഉടമകളായി. 200-ന് മുകളിൽ സ്കോർ ചെയ്തിട്ടും തോൽക്കുന്ന 9ാമത്തെ മത്സരമായിരുന്നു ഇത്. പ്രതിരോധിക്കാൻ ശേഷിയുള്ള സ്കോർ ലഭിച്ചിട്ടും അത് ഫലപ്രദമായി ഉപയോഗിക്കാൻ പഞ്ചാബിന് സാധിക്കുന്നില്ല. തുടർച്ചയായ 4ാം തോൽവിയോടെ പഞ്ചാബിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്ക് മങ്ങലേറ്റിരിക്കുകയാണ്. സീസണിന്റെ ആദ്യ പകുതിയിൽ മികച്ച ഫോമിലായിരുന്ന ടീം ഇപ്പോൾ ദയനീയമായ അവസ്ഥയിലേക്കാണ് വീണിരിക്കുന്നത്. ടീം പ്ലാനിങ്ങിലുള്ള പോരായ്മകളും കളിക്കളത്തിലെ തന്ത്രപരമായ പിഴവുകളും ഈ പതനത്തിന് കാരണമായി. അവസാന ഓവറുകളിൽ പന്തെറിഞ്ഞ യാസ് താക്കൂറിന് ഡൽഹിയുടെ ബാറ്റിംഗ് നിരയെ പിടിച്ചു നിർത്താനും സാധിച്ചില്ലായിരുന്നു. ഡൽഹിയുടെ 8ാം നമ്പറിൽ ഇറങ്ങിയ നബിയുടെ സിക്സറുകൾ പഞ്ചാബിന്റെ തോൽവി ഉറപ്പിക്കുന്നതായിരുന്നു. ബൗളിംഗിൽ ഡെത്ത് ഓവർ സ്പെഷ്യലിസ്റ്റുകളുടെ കുറവ് പഞ്ചാബിന് വലിയ തിരിച്ചടിയായി. സ്വന്തം തട്ടകമായ ധർമ്മശാലയിൽ കിട്ടിയ ഈ പ്രഹരം ടീമിന്റെ ആത്മവിശ്വാസത്തെയും ബാധിച്ചിട്ടുണ്ട്. കൂറ്റൻ സ്കോറുകൾ ഉയർത്തിയിട്ടും ബൗളിംഗ് നിരക്ക് അത് സംരക്ഷിക്കാൻ സാധിക്കുന്നില്ല എന്നത് മാനേജ്മെന്റിനെ ആശങ്കയിലാഴ്ത്തുകയാണ്. ബാറ്റിംഗിൽ തിളങ്ങിയ അയ്യർക്കും മാരിക്കും ടീമിനെ ജയിപ്പിക്കാൻ സാധിക്കാത്തത് ദുരന്തമായി മാറി.
ബാറ്റിംഗിൽ നേടിയെടുത്ത എല്ലാ മുൻതൂക്കവും ബൗളിങ്ങിലെയും ഫീൽഡിങ്ങിലെയും പിഴവുകളിലൂടെ പഞ്ചാബ് കളഞ്ഞു കുളിക്കുകയാണ്. കൃത്യമായ പ്ലാനിംഗ് ഇല്ലായ്മയും സമ്മർദ്ദഘട്ടങ്ങളിൽ അടിപതറുന്ന സ്വഭാവവും പഞ്ചാബിനെ മറ്റൊരു തോൽവിയിലേക്ക് കൂടെ നയിക്കുകയാണ്. പ്ലേ ഓഫ് സ്വപ്നങ്ങൾ നിലനിർത്താൻ ഇനിയുള്ള മത്സരങ്ങൾ ടീമിന് വലിയ മാറ്റങ്ങൾ വരുത്തേണ്ടി വരും.